ഹലോ! ഇന്ന് ഹോസ്പിറ്റൽ വരെ വന്നതാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല ചേച്ചീനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നതാണ്. ഞാൻ വന്ന് ടോക്കൺ എടുത്തു. 618 കിട്ടിയത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. പൂരത്തിന് ജനം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ശേഷം ചേച്ചി വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. അതേപോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞത് അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ എന്തെങ്കിലും അത് നടക്കട്ടെ അടിച്ചിട്ട് അവിടേക്ക് പോയി. എനിക്ക് പിന്നെ ചായയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് വന്നതാണ്. അങ്ങനെ കട്ട്ലേറ്റും പപ്സ് അവിൽ മിൽക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ ചേച്ചി ടെൻഷൻ, നമ്മൾ ടോക്കൺ വിളിക്കാറായെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും അത് വിളിക്കില്ല. അത് വേഗം കഴിച്ച് എഴുന്നേറ്റ് എനിക്ക് ഈ കട്ട്ലേറ്റ് ഇഷ്ടമല്ല കേട്ടോ. എന്നെപ്പോലെ കട്ട്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടുത്തെ അവിൽ മിൽക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കും ചേച്ചിക്കും ഒരുപോലെ തന്നെ അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴോ ടോക്കൺ ആകെ 477 ആയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങളുടെ 618. എന്ത് വിധി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ടോക്കൺ വിളിച്ച് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ വന്നിരുന്നു. അതിൻ്റെ ശേഷം കുറേ നേരം കൈ അവിടെ വെച്ച് പിന്നെ ലാസ്റ്റ് കഴുത്ത് വരെ എത്തി. കഴുത്ത് വേദന തുടങ്ങി. ഇനിയിപ്പോൾ അത് കൂടി കാണിക്കേണ്ടി വരുമോ എന്നായി ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് നേരം ബാഗിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ചേച്ചിയുടെ ബാഗ് മേടിച്ചിട്ട് അതിൻ്റെ ഭംഗി നോക്കി. ചേച്ചിക്ക് ഇത് ചേച്ചിയുടെ നാത്തും മേടിച്ച് കൊടുത്തതാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബാഗ്. പിന്നെ നോക്കിയപ്പോൾ ഈ സമയം 1 മണിയാവരായി. ചേച്ചിനെ ഏട്ടൻ വിളിച്ചിട്ട് പറയും നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ. ചേച്ചി എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ കാണിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം കൂടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ആശുമോളെ കൊണ്ടുവരാത്തതുകൊണ്ട് ചേച്ചിക്ക് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നായിട്ടുണ്ട്, കുട്ടി ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നാട്ടിലത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.